ചോറ്റാനിക്കരയിലെ ഈ പോക്സോ അതിജീവിതയായ പെൺകുട്ടിക്കെതിരെ വളരെ ലൈംഗികമായിട്ട് വളരെ വല്ലാത്ത രീതിയിലുള്ള പീഡനമാണ് ഈ അനൂപ് നടത്തിയത്. അതിൻ്റെ ഭാഗമായിട്ട് കഴിഞ്ഞ ദിവസം ആ കുട്ടി മരണപ്പെടുകയൊക്കെയാണ് ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ നിർണായകമായിട്ടുള്ള ഒരുപാട് വിവരങ്ങളാണ് പുറത്തു വരുന്നത്. അതായത് ഈ പ്രതിയായിട്ടുള്ള അനൂപ് ഇൻസ്റ്റാഗ്രാം വഴി ഈ പെൺകുട്ടിയെ പരിചയപ്പെടുകയും ലൈംഗികമായിട്ട് ഉപയോഗിക്കുക, അതോടൊപ്പം തന്നെ സാമ്പത്തികമായിട്ട് ഈ പെൺകുട്ടി ഉപയോഗിക്കുക എന്ന ഒറ്റ ലക്ഷ്യം മാത്രമായിരുന്നു ഇയാൾക്കെന്നാണ് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത്. എന്തൊക്കെയാണ് കൂടുതൽ വിശദാംശങ്ങൾ? ആ പെൺകുട്ടി അനുഭവിച്ചത്, ഒരു പെൺകുട്ടി അനുഭവിക്കേണ്ടതിൻ്റെ ഏറ്റവും മാക്സിമമാണ് ആ പെൺകുട്ടി 6 ദിവസം വെന്റിലേറ്ററിൽ കിടന്ന് അനുഭവിച്ചത് എന്ന് പറയാതിരിക്കാൻ കഴിയില്ല. വെറും 19 വയസ്സ് മാത്രം പ്രായമുള്ള ഒരു പെൺകുട്ടി. ആ കുട്ടിക്ക് നേരിടേണ്ടി വന്ന ക്രൂരതകൾ സത്യത്തിൽ മനസാക്ഷിയുള്ളവർക്കാർക്കും അത് കേട്ടുകൊണ്ടിരിക്കാൻ കഴിയില്ല എന്നുള്ളതാണ്. ആ ചെന്നായ അതിൻ്റെ ശരീരത്തിൽ കാണിച്ചു കൂട്ടിയ കാര്യങ്ങൾ, സ്വകാര്യ ഭാഗം വരെ കടിച്ചു കീറി, തലയിൽ ചുറ്റിക കൊണ്ടടിച്ചു, ശ്വാസം മുട്ടിച്ച് കൊലപ്പെടുത്താൻ ശ്രമിച്ചു. എന്നിട്ട് 4 മണിക്കൂറോളമാണ് അവൻ ആ പെൺകുട്ടിയുടെ അടുത്ത് അവൾ മരിച്ചു എന്ന് പറഞ്ഞുകൊണ്ടിരുന്നത് എന്നുള്ളതാണ്. ഈ പെൺകുട്ടി മക്കളില്ലാത്ത ഒരു ജവാനും ഒരു അധ്യാപികയും ദത്തെടുത്ത ഒരു പെൺകുട്ടിയാണ്. 7ാം ക്ലാസ് മുതൽ, അല്ലെങ്കിൽ 7ാം ക്ലാസ് വരെ പഠിച്ച പെൺകുട്ടി അച്ഛനും അമ്മയും ഉപേക്ഷിച്ചിട്ട് പോയ ഒരു കുഞ്ഞിനെ അവർ ദത്തെടുക്കുന്നു. ആ ദത്തെടുത്ത ഒരു കുറച്ച് സമയങ്ങളിൽ മാത്രമായിരിക്കും അവളുടെ ജീവിതത്തിൽ അവൾ സന്തോഷം അനുഭവിച്ചത്. പിന്നീടെല്ലാം അവളുടെ ജീവിതത്തിൽ വളരെ ദുരന്തമായിരുന്നു ഈ മരണം വരെയുള്ള കാലഘട്ടം എന്ന് പറയുന്നത്. നമുക്കിപ്പോൾ കുറ്റപ്പെടുത്തലുകൾ നടത്താം, സോഷ്യൽ മീഡിയയിൽ അത് പ്രസരം, അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ ഉപയോഗിക്കാൻ അറിഞ്ഞൂടാത്തതിൻ്റെ കാര്യം, ഇതൊക്കെ പറഞ്ഞ് നമുക്കൊരു പെൺകുട്ടിയെ കുറ്റപ്പെടുത്താം. പക്ഷേ ഒരു പെൺകുട്ടിയെ സ്നേഹിച്ചു കഴിഞ്ഞതിന് ശേഷം സെക്സ് മാത്രമായി ലക്ഷ്യം വെക്കുന്ന, അല്ലെങ്കിൽ അവളുടെ സാമ്പത്തികം മാത്രം ലക്ഷ്യം വെച്ചുകൊണ്ട് അവളെ മൃഗീയമായി ഉപദ്രവിക്കുന്ന, അവളെ മൃഗീയമായി ഏതൊക്കെ തരത്തിൽ അവളെ സ്വകാര്യ ഭാഗം കടിച്ചു കീറിയെന്നൊക്കെയാണ് പറയുന്നത്. മാത്രമല്ല തലയ്ക്ക് ചുറ്റിക കൊണ്ട് അടിച്ചു എന്നൊക്കെ പറയുമ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കാം. അവൻ ലഹരിക്ക് അടിമയായ ഒരുത്തൻ ചുറ്റിക എടുത്ത ഒരു പെൺകുട്ടിയുടെ തലയ്ക്ക് അടിച്ചു എങ്കിൽ ഏത് തരത്തിലുള്ള ആഘാതമായിരിക്കും ആ പെൺകുട്ടിയുടെ തലയ്ക്ക് ഏറ്റത് എന്നുള്ളത്. നെഞ്ചത്ത് ചുറ്റിക കൊണ്ട് അടിച്ചു എന്നാണ്. മാത്രമല്ല ഈ പെൺകുട്ടി ഒച്ചത്തിൽ വിളിച്ച് കരയുമെന്ന് പറഞ്ഞുകൊണ്ട് വാ പൊത്തിപ്പിടിച്ച് ശ്വാസം നിലപ്പിക്കാനുള്ള ശ്രമങ്ങൾ നടത്തി. 4 മണിക്കൂറാണ് ഈ പെൺകുട്ടി മരിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് ഈ കുട്ടിയുടെ അടുത്ത് ഈ ലഹരിക്കടിമയായ ഈ കാമപിശാചായ ചെന്നായ, അതിനങ്ങനെ എനിക്ക് വിളിക്കാൻ കഴിയുന്നുള്ളൂ, ഈ ചെന്നായ സമയം ചിലവഴിച്ചത് എന്നുള്ളതാണ്. അതായത് ഈ പെൺകുട്ടിയെ ലഹരിക്കടിമയാക്കിക്കൊണ്ടിരുന്നു ഈ വൃത്തികെട്ട പിശാച് എന്നാണ്. സത്യത്തിൽ ഇവനെയൊക്കെ അങ്ങനെ തന്നെ വിളിക്കണം. ഇപ്പൊ നമുക്കൊരു പെൺകുട്ടിയോട് താല്പര്യമില്ല, നമുക്ക് വേണ്ട എങ്കിൽ നമ്മൾ ഉപേക്ഷിച്ചിട്ട് പോവുക എന്നുള്ളത്. നമുക്കൊരാളോട് താല്പര്യമില്ല, അയാൾക്ക് നമ്മളെ താല്പര്യമില്ല, അല്ലെങ്കിൽ നമ്മളെ കൊണ്ട് അയാൾക്ക് വേണ്ട എന്നാണ് അയാളുടെ തീരുമാനമെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ എന്തിനാണ് പിന്നെ പോയി ശല്യപ്പെടുത്തുന്നത്? നമ്മളതങ്ങ് വിട്ടുകളയുക എന്നുള്ളതാണ്. അല്ലാതെ നിന്റെ കോൾ എന്നാണ് ഇത്രയും വെയിറ്റിങ്, നീ ആരെയാണ് വിളിച്ചുകൊണ്ടിരിക്കുന്നത്, നീ സുഹൃത്തുക്കളുമായിട്ട് ഇറങ്ങാറില്ലേ, നീ സുഹൃത്തുക്കളുമായിട്ട് അവിഹിതമായി ബന്ധപ്പെടാറില്ലേ, സുഹൃത്തുക്കളെ നീ വീട്ടിൽ വിളിച്ച് കയറ്റാറില്ലേ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് ഒരു പെൺകുട്ടിയെ അവളുടെ ശരീരത്തിൽ കാണിക്കാൻ കഴിയുന്നതിന് ഏറ്റവും വലിയ ക്രൂരത അവളുടെ ശരീരത്തിൽ കാണിച്ചുകൊണ്ട് അവളെ അതിക്രൂരമായി ഉപദ്രവിച്ചു. നമുക്ക് ഒരിക്കലും മനസാക്ഷിക്ക് കേൾക്കാൻ കഴിയില്ല നമ്മുടെ ചെവികൾ കൊണ്ട് ആ പെൺകുട്ടി അനുഭവിച്ച യാതന എന്ന് പറയുന്നത്. അത് പിഞ്ച് ശരീരമാണ്, 19 വയസ്സേ ഉള്ളൂ ആ പെൺകുട്ടിക്ക്. അതിനെ ഈ തരത്തിൽ ഉപദ്രവിക്കാൻ ഇവൻ ആരാണ്? ആ ഭർത്താവാണോ, അച്ഛനാണോ, സഹോദരൻ? ഇവർക്കൊന്നും ഉപദ്രവിക്കാൻ അധികാരമില്ല. ഒരു സ്ത്രീകളെയും പുരുഷനെയും ഉപദ്രവിക്കാൻ അധികാരം നമുക്കില്ല. സ്ത്രീകളും പുരുഷനും എന്നല്ല, മറ്റു വിഭാഗത്തിൽപ്പെട്ടവരെയും. വേണ്ട എന്ന് തോന്നിയാൽ വേണ്ട, വഴിക്ക് ഇറങ്ങി പോവുക. അല്ല ധന്യ, ഇപ്പൊ ഇവിടെ ഈ പെൺകുട്ടിക്ക് നമ്മളിപ്പോൾ ആ പെൺകുട്ടി ദാരുണമായിട്ട് മരണപ്പെടുകയൊക്കെ ചെയ്തു, അതിന് നമുക്ക് ദുഃഖമുണ്ട്. പക്ഷെ നമ്മൾ ഈ കാര്യം കൂടി ചർച്ച ചെയ്യേണ്ടത്, ഈ പെൺകുട്ടിക്ക് കൃത്യമായിട്ട് ഇവിടെ തെറ്റ് സംഭവിച്ചിട്ടില്ലേ? കാരണം ഇപ്പോൾ കിട്ടുന്ന വിവരം അനുസരിച്ചിട്ട് ഇയാൾക്ക് വേണ്ടിയിട്ട് ഇയാളുടെ വാക്കുകൾ വിശ്വസിച്ചിട്ട് ദത്തെടുത്ത അമ്മയോട് പോലും ഈ പെൺകുട്ടി തട്ടിക്കയറിയിട്ടുണ്ട് പല സമയങ്ങളിലും എന്ന് ഇപ്പോൾ ഇന്ന് റിപ്പോർട്ട് കിട്ടുന്നുണ്ട്. അതായത് ഈ ബന്ധം ഇവർ തുടങ്ങിയത് ഇൻസ്റ്റാഗ്രാം വഴിയാണ്. ആദ്യം ലൈക്ക് അടിച്ചും പിന്നീട് ഫോളോ ചെയ്തും മെസ്സേജുകൾ അയച്ചും ഒക്കെ തുടങ്ങിയൊരു ഇൻസ്റ്റാഗ്രാം ബന്ധമാണ്, ഒരു സൗഹൃദമാണ്. ആ സൗഹൃദമാണ് ഇപ്പോൾ ഒരു വലിയൊരു കൊലപാതകത്തിലേക്കും പീഡനത്തിലേക്കും അവസാനിച്ചത്. ഇത് ആദ്യത്തെ സംഭവമല്ല. ഇൻസ്റ്റാഗ്രാമിലൂടെ തുടങ്ങി ഇത്തരം പല ബന്ധങ്ങളും
കത്തിക്കിരയാവുന്ന അവസ്ഥയിലേക്ക് എത്തിച്ചേർന്ന കാര്യം നമുക്കറിയാവുന്നതാണ്. ആതിരയുടെ വിഷയമൊക്കെ അത്തരത്തിലുള്ളതാണ്. അപ്പം നമ്മളിവിടെ ചർച്ച ചെയ്യേണ്ടത് ആ ആണിനെ നമ്മൾ കൃത്യമായിട്ട് അയാളുടെ പൈശാചികത്വത്തെക്കുറിച്ചും അയാളുടെ മനസ്സിലുള്ള മൃഗീയ വാസനകളെക്കുറിച്ചൊക്കെ നമ്മൾ ചർച്ച ചെയ്യുമ്പോഴും ഈ പെൺകുട്ടിക്കും ഇവിടെ പോരായ്മ സംഭവിച്ചിട്ടില്ലേ? എന്തിന് ഇത്തരം ഒരു ആളുമായിട്ട് സൗഹൃദത്തിലാവുന്നു, അല്ലെങ്കിൽ അതിൻ്റെ പേരിൽ അമ്മയുമായിട്ട് തട്ടിക്കയറുന്നു തുടങ്ങിയ വിഷയങ്ങൾ ഇവിടെ കൃത്യമായിട്ടുണ്ട്. കാരണം അമ്മ പറയുന്നുണ്ട് ഈ മരണം സംഭവിക്കുന്നതിൻ്റെ 4-5 ദിവസം മുമ്പ് ഈ പെൺകുട്ടിയുടെ മുഖത്തും കഴുത്തിലും കണ്ണിലും ഈ തുടങ്ങിയ ഭാഗങ്ങളിലൊക്കെ മുറിവുകൾ കണ്ടതായിട്ട് ഈ അമ്മ കാണുന്നുണ്ട്. അപ്പോൾ അമ്മ എങ്ങനെയാണ് ഇത് സംഭവിച്ചത് എന്ന് ചോദിക്കുമ്പോൾ അത് എന്താണ്, ഞാൻ വീണിട്ട് പരിക്കേറ്റതാണ് എന്നാണ് ഈ കുട്ടി പറയുന്നത്. ഈ പ്രേമം പ്രേമം വന്നാൽ എന്താ പറയുമല്ലോ, പ്രേമം തലക്ക് പിടിച്ചാൽ അങ്ങനെ എന്തോ ഒരു ഡയലോഗ് അടിക്കുക, എനിക്കത് മൈൻഡിൽ വരുന്നില്ല. അതുകൊണ്ടോ അപ്പോൾ പ്രേമം തലക്ക് പിടിച്ചാൽ കണ്ണ് കാണില്ല എന്ന് പറയുമല്ലോ. അപ്പോൾ ഈ പിശാച് ഒരു ക്രിമിനൽ ആയിരുന്നു എന്നുള്ളത് ആ പെൺകുട്ടി മനസ്സിലാക്കുന്ന സമയത്തായിരിക്കും ഒരു പക്ഷേ ഇവരിൽ നിന്ന് അകലാൻ തീരുമാനിച്ചത്. ഇവ പ്രേമം തലയ്ക്ക് പിടിക്കുമ്പോൾ അച്ഛനും അമ്മയും ഇപ്പോൾ അത് ശരിയല്ല, ആ ബന്ധം നമുക്ക് വേണ്ടാന്ന് പറഞ്ഞാൽ ഇല്ല ഞാൻ അവനെ അല്ലാതെ മറ്റാരെയും കല്യാണം കഴിക്കില്ല എന്നൊരു പെൺകുട്ടി ഉറപ്പിച്ച് പറഞ്ഞാൽ അവർക്ക് എന്ത് ചെയ്യാൻ കഴിയും? ഇനി അതിനെ എതിർത്തുകൊണ്ട് അവർ വീണ്ടും ഇതിൽ സമ്മതിക്കാതിരുന്നിട്ട് ഈ പെൺകുട്ടി എന്തെങ്കിലും കടുങ്കൈ ചെയ്താൽ അത് അച്ഛനും അമ്മയുടെയും തലയ്ക്ക്. അച്ഛനും അമ്മയും സമ്മതിക്കാത്തതിൽ 19കാരി ആത്മഹത്യ ചെയ്തു. ഒരു പ്രണയബന്ധം അച്ഛനും അമ്മയും എതിർത്തു. 19കാരിയുടെ ജീവൻ എന്തിനാണ് ഇങ്ങനെ ബലി കൊടുക്കുന്നത്? നിങ്ങൾക്ക് പറഞ്ഞ അന്തിച്ചർച്ചകൾ, വലിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകും. അപ്പോൾ അവർ വിചാരിച്ചു ഇത്രയും പറഞ്ഞിട്ടും മനസ്സിലാകാത്തവൾ, ചൊല്ലിയിട്ട് മനസ്സിലാകാത്തവൾ കൊല്ലുമ്പോൾ പഠിക്കട്ടെ എന്ന് വിചാരിച്ചിട്ടായിരിക്കും അമ്മ പാവ ഇട്ടിട്ട് പോയത്. കാരണം ഇവൻ വലിയൊരു ക്രിമിനൽ എന്നാണ് പോലീസ് പറയുന്നത്. ക്രിമിനൽ മൈൻഡുള്ള ഒരാളെന്നാണ് പറയുക. ഇപ്പോൾ വധശ്രമത്തിനുള്ള കേസും പിന്നെ ഇത് ബലാത്സംഗത്തെ കേസും ഒക്കെ പോലീസ് എടുത്തിട്ടുണ്ട്. ക്രിമിനൽ വാസനയുള്ള ക്രിമിനൽ കേസുകളിൽ പ്രതിയായിട്ടുള്ള ഒരാളാണ്. ഈ 6 ദിവസമാണ് ഈ പെൺകുട്ടി വെന്റിലേറ്ററിൽ കഴിഞ്ഞത്. ഈ 6 ദിവസം അവൾ അനുഭവിച്ച വേദന എത്രത്തോളം ഉണ്ടാകുമെന്നുള്ളത് സത്യത്തിൽ ഓരോ പെൺകുട്ടികളും. ഈ വാർത്ത ഇവിടെ അവസാനിച്ചു. 19കാരി മരണപ്പെട്ടു. ഇനി ഇവനെ കുറെ തെളിവെടുപ്പിന് കൊണ്ടുപോകും, ഇവനെ ചോദ്യം ചെയ്യും, ജയിലിലാക്കും അല്ലെങ്കിൽ റിമാൻഡിലാക്കും. രക്ഷപ്പെടുത്താൻ ലഹരി ഉപയോഗിക്കുന്ന ആളുകളല്ലേ, അപ്പോൾ രക്ഷപ്പെടുത്താൻ ആരെങ്കിലുമൊക്കെ എത്തും. നമ്മൾ പോലും പ്രതീക്ഷിക്കാതെ കോടികൾ കൊടുത്ത് പുറത്തിറക്കാൻ ആരെങ്കിലുമൊക്കെ, അല്ലെങ്കിൽ ലക്ഷങ്ങൾ ചിലവാക്കി പുറത്തെടുക്കാൻ ആരെങ്കിലുമൊക്കെ വരും. ഈ വാർത്ത തീർന്നു. എനിക്ക് പറയാനുള്ളത് ഇത്തരത്തിലുള്ള പെൺകുട്ടികളോടാണ്. സോഷ്യൽ മീഡിയ വഴി പല അപകടവും അതിൽ മറഞ്ഞിരിക്കുന്നു എന്ന് നിങ്ങൾ ആദ്യം മനസ്സിലാക്കൂ. ഇതൊരു വാർത്തയായി നിങ്ങൾ കണ്ട് കളയരുത്. ഇതിൽ എന്താ പറയുക, ഇവിടെ കൃത്യമായിട്ട് പെൺകുട്ടിക്ക് വീഴ്ച പറ്റിയിട്ടുണ്ടെന്നുള്ളൊരു അതാണ് ഞാൻ പറയുന്നത്. വഴിയിൽ വെച്ച് കണ്ട് ആരംഭിച്ച സൗഹൃദം അമ്മയെ പോലും എതിർത്തുകൊണ്ട് വീടിനകത്തേക്ക് വരെ എത്തി. അതാണ് ഞാൻ പറയുന്നത്. നമ്മുടെ മാതാപിതാക്കൾക്ക് ഒരുപാട് അനുഭവങ്ങൾ എന്ന് പറഞ്ഞാൽ അവർ പറയുന്ന എല്ലാം നിങ്ങൾ കേൾക്കണം, നിങ്ങൾ അനുസരിക്കണം എന്നല്ല പറയുന്നത്. ചില കാര്യങ്ങൾ നമുക്ക് മുൻപ് അനുഭവമുള്ളവർ പറയുന്നത്, കുറച്ച് കാര്യങ്ങൾ നമ്മൾ കേൾക്കണം. അതുകൊണ്ട് ഇത് അവസാനിപ്പിക്കാൻ സമയമായി. കാരണം നമ്മളെ ഉപദേശമൊന്നും ഇപ്പോഴത്തെ തലമുറക്ക് വലിയ ഇഷ്ടാവുന്ന കാര്യങ്ങളല്ല. അതുകൊണ്ട് നമ്മൾ ഉപദേശിച്ചിട്ടൊന്നും കാര്യമില്ല. പക്ഷേ നിങ്ങൾ കുറച്ചുകൂടി വിവേകപൂർണ്ണമായി ചിന്തിക്കണം. സോഷ്യൽ മീഡിയയിൽ നിങ്ങൾ പരിചയപ്പെട്ടോളൂ, സൗഹൃദം സ്ഥാപിച്ചോളൂ. ആ സൗഹൃദത്തിൻ്റെ ഒക്കെ ഒരു ലിമിറ്റേഷൻ നിങ്ങൾ ഉണ്ടാക്കാതെ എവിടെ നിർത്തണം, എങ്ങനെ നിർത്തണം എന്നുള്ള നമ്മുടെ വീട്ടിനകത്തും നമ്മുടെ ബെഡ്റൂമിനകത്തും നമ്മളുടെ അനുവാദമില്ലാതെ നമ്മുടെ ശരീരത്തിലും തൊടുന്ന തരത്തിലേക്ക് ആ റിലേഷൻ വളർത്തണമോ വേണ്ടയോ എന്ന് തീരുമാനിക്കേണ്ടത് നമ്മൾ ഓരോരുത്തരും വേണം. അത് പുരുഷനോടായാലും സ്ത്രീയോടായാലും പറയുകയാണ്. ശ്രദ്ധിച്ചും കണ്ടും ജീവിച്ചാൽ നിങ്ങൾക്ക് തന്നെ നല്ലത്.